കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലപ്പവും അതിന് കോമ്പിനേഷനായിട്ട് ഒരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയുമായാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു ബൗളിനകത്തേക്ക് 2 കപ്പ് അളവിൽ പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. ഏകദേശം ഒരു 4-5 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അരി അരച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു 4 മണിക്കൂറിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് പകുതി മാത്രം അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. അരിയിലേക്ക് അരയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അരി ഞാനിവിടെ ഒരു ട്രിപ്പ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു പാത്രത്തിനകത്തേക്ക് ഇതിൽ നിന്നും 1/4 കപ്പ് അളവിൽ മാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കപ്പി കാച്ചുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാവ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ കട്ടയായി പോകാൻ ഇടവരും. അതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ അരി ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായി നിൽക്കുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടെല്ലാം ആറി വരുന്ന സമയമാകുമ്പോഴേക്കും ഇത് നല്ല കട്ടിയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതിവിടെ ആറി വരുന്നതിന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ബാക്കിയുള്ള അരി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ വെളുത്ത ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലപ്പം നല്ല വെള്ള കളറിൽ കിട്ടുന്നതാണ്. പിന്നീട് 1/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കപ്പി കാച്ചിയെടുത്തത് നന്നായി ചൂടെല്ലാം ആറി വന്നിട്ടുണ്ട്. അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് ഞാനിത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതുകൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത ശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 7-8 മണിക്കൂർ സമയം ആകുമ്പോഴേക്കും മാവെല്ലാം ആവശ്യത്തിന് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് കവർ ചെയ്ത് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്കിതിനേക്ക് ആവശ്യമായ കറി തയ്യാറാക്കാം. ഇവിടെ ഞാൻ ചിക്കൻ സ്റ്റ്യൂ ആണ് ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. അപ്പം അപ്പവും ചിക്കൻ സ്റ്റ്യൂ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 4 ഏലക്കായും 2 കഷ്ണം പട്ടയും 3 ഗ്രാമ്പൂവും 1 ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആണ്. 3 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക്
സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 മീഡിയം വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള ഒന്ന് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ആ സവാള ഏകദേശം ഒന്ന് വാടി കിട്ടുന്ന സമയം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. പിന്നീട് ഇതിനകത്തേക്ക് 6 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ആവശ്യം നോക്കിയിട്ട് അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ്റെ കളർ എല്ലാം ഒന്ന് മാറി ഒരു വൈറ്റ് കളറാവുന്ന സമയം വരെ നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് സമയം നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോഴേക്കും ചിക്കൻ്റെ പീസെല്ലാം നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ചേർക്കാനായി ഞാനിവിടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവ കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് കട്ടി കുറഞ്ഞ തേങ്ങയുടെ 2ാം പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്ത് ഇളക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 15-20 മിനിറ്റ് സമയം ആകുമ്പോഴേക്കും ചിക്കനെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. പിന്നീട് 15 കാഷ്യൂ നട്ട്സ് ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്ത് ചേർത്ത് നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്ന കാഷ്യൂ നട്ട് പേസ്റ്റ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാഷ്യൂ നട്ട്സ് അരച്ച് ചേർക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ കാഷ്യൂ നട്ട്സ് പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം കൂടെ നന്നായി തിളച്ച് വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചെടുത്തതും പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ എരിവ് വേണം എന്നുള്ളവർക്ക് 2 ടീസ്പൂൺ വരെ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് തേങ്ങയുടെ 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങയുടെ 3/4 കപ്പ് അളവിൽ 1/4 പാൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ ചേർത്ത ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുറുമയുടെ റെസിപ്പിയാണിത്. ഇനി ഇപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറിന് ശേഷം ഞാനിവിടെ മാവിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഇതിനായി ഞാനൊരു അപ്പച്ചട്ടി അടുപ്പിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ നന്നായി ചൂടായി നിൽക്കുന്ന ചട്ടിയിലേക്ക് ഓരോ തവിയോ അല്ലെങ്കിൽ 2 തവിയോ മാവ് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചതിന് ശേഷം ചട്ടി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ചട്ടി നന്നായി ചുറ്റിച്ചെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഹോൾസ് വന്നതിന് ശേഷം വേണം നമ്മളിത് കവർ ചെയ്ത് കൊടുക്കാൻ. 2-3 മിനിറ്റ് കഴിയുന്ന സമയത്തേക്കും
അപ്പമെല്ലാം ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്നും കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പാലപ്പവും അതുപോലെ തന്നെ ചിക്കൻ സ്റ്റൂവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻസായി താഴെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.